നമസ്കാരം. നമ്മുടെ ചുറ്റും നടന്നേ നമ്മളെ നാണം കെടുത്തുന്ന നമ്മുടെ ചില ഭർത്താക്കന്മാരുണ്ടായിരിക്കാം, ഭാര്യമാരുണ്ടായിരിക്കാം, കുടുംബക്കാരുണ്ടായിരിക്കാം, അയൽക്കാരുണ്ടായിരിക്കാം, നമ്മുടെ അടുത്തുള്ള നമ്മുടെ ബന്ധുക്കള്, ഇങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റും നടന്ന് നമ്മളെ നാണം കെടുത്തുന്നവരുണ്ടായിരിക്കും അല്ലേ. അതായത് നമുക്ക് എപ്പോഴും നമ്മളെക്കുറിച്ച് മോശമായിട്ട് നമ്മൾ എന്ത് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ സുഖമാണോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് വല്ല അസുഖമുണ്ടോ, നീ എന്നെ അസുഖം കണ്ടുപിടിച്ച, ഇങ്ങനെയൊക്കെ ചോദിക്കണം മനുഷ്യർ കണ്ടിട്ടില്ലേ. നമ്മൾ കാര്യമായിട്ടായിരിക്കും ചോദിക്കണം, അപ്പോൾ അവർ തിരിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള മറുപടികളായിരിക്കും. അതേപോലെ നമ്മൾ ചിലപ്പം എവിടെ പോകാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാ കാര്യവും നിന്നോട് പറയണമെന്നുണ്ടോ എന്നിങ്ങനെയൊക്കെ ചോദിക്കണവരെ കേട്ടിട്ടില്ലേ. നമ്മൾ ശരിക്കും ഉണ്ടല്ലോ അങ്ങനെയുള്ളവരെ അങ്ങ് ഒഴിവാക്കി നിർത്തുകയാണ് വേണ്ടത്. അവരോട് പിന്നെ കൂടുതൽ വിശേഷം 1-2 പ്രാവശ്യം നമുക്ക് തട്ട് കിട്ടി കഴിയുമ്പോൾ പിന്നെ നമ്മൾ ചോദിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അല്ലേ. ചിലരുണ്ട്, നമുക്ക് എത്ര തട്ട് കിട്ടിയാലും പിന്നെ അവരൊന്ന് ചിരിച്ചു കാണിക്കുമ്പം ആ പുറകെ പോയി വീണ്ടും തട്ടുകെട്ട് മേടിച്ചെടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഒത്തിരി അബദ്ധങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു 5 പ്രാവശ്യമെങ്കിലും ഇഷ്ടം പോലെ കിട്ടിക്കാണും കയ്യിൽ, എന്നാലും അവരൊന്ന് ചിരിച്ചു കാണിക്കുമ്പോഴത്തേനും ആ പുറകെ പോയിട്ട് പിന്നെയും മേടിച്ചെടുക്കുന്നവരും ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ള കുറച്ച് പേര് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ പുറകിൽ നിന്ന് വന്ന് കുത്തുകയും നമ്മുടെ മുമ്പിൽ വന്ന് ചിരിച്ചു കാണിക്കുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാം മറന്നു പോകുന്ന ഇങ്ങനെയുള്ള കുറച്ച് പേരെ കുറിച്ചാണ് ഇന്ന് ഞാൻ എൻ്റെ ഈ വീഡിയോ പറയാൻ പോകുന്നത്. എനിക്കും എൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്, മറ്റുള്ളവരുടെ അനുഭവത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് ഇല്ലേ. ഇഷ്ടം പോലെ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഒത്തിരി പേരുടെ അടുത്ത് നിന്ന് കിട്ടും. പക്ഷെ നമ്മളതെല്ലാം അങ്ങ് പെട്ടെന്ന് മറക്കും. അവരത് മറക്കുകയില്ല. അവരത് അവസരം കിട്ടാൻ നോക്കിയിരിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞ ഏറ്റവും വലിയത് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ. അപ്പം നമ്മൾ ചുമ്മാ ചോദിക്കും, എന്നുണ്ട് സുഖമാണോ എന്നിങ്ങനെ നമ്മൾ നല്ല കാര്യത്തിൽ ചോദിക്കുമ്പോഴായിരിക്കും പറയണേ, എനിക്കും വല്ല അസുഖമെന്ന് നിന്നോട് പറഞ്ഞോ എന്നിങ്ങനെ അവരുടെ കേക്ക് ചോദിക്കുമ്പോൾ നമ്മളാകെ ഐസായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കും ഇല്ലേ. അത് ചിലപ്പം ചില മുതിർന്ന ആൾക്കാരായിരിക്കും പറയണേ അല്ലേ. അതെന്നുവെച്ചാൽ ഒരുതര സ്വഭാവം ഉള്ളവര്, അവരെ എങ്ങനെ ഇപ്പോൾ പറയുക എന്ന് പോലും അറിയത്തില്ല. ഒരുതര സ്വഭാവമുള്ള അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഉള്ളവരെ അടുത്ത് പോകുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. നമ്മളൊരു കൂൾ മൈൻഡായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യം തന്നെ നമ്മളൊരു തണുപ്പൻ രീതി. അവർ ചോദിക്കുന്നതിന് മാത്രം കുഴപ്പമില്ല, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് വളവളാ സംസാരിക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റി വെച്ചിട്ട് ഒരു തണുത്ത സംസാരമായിരിക്കണം. എന്നോർത്തുകൊണ്ട് ദേഷ്യപ്പെട്ടായിരിക്കണം. അവരെ കാണുമ്പോൾ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. അവരെ കാണുമ്പം കാണാത്ത ഭാഗത്ത് പോകേണ്ട കാര്യവുമില്ല. അപ്പം നമ്മളൊരു ഒളിച്ചോട്ടാവൂലേ. അത് രണ്ടും വേണ്ട. നമ്മൾ അവരെ കണ്ടു, അവരോട് എന്താ പറയണ, ഈ അവർ ചോദിക്കുന്നതിനുള്ള മറുപടി എല്ലാ കാര്യങ്ങളും ഒന്ന്, എന്നിട്ട് നമ്മൾ നമ്മുടെ സ്ഥലം കാലിയാക്കുക. പിന്നെ ഇങ്ങനെയുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, അതായത് നമ്മുടെ അയൽവക്കംകാരായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ടോ ബന്ധുക്കളായിട്ടോ നമ്മുടെ ആരാന്ന് നമുക്കറിയാലോ, അങ്ങനെ നമ്മുടെ വീടുകളിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം ഒന്ന് സംസാരിച്ച ശേഷം നമ്മൾ അവിടുന്ന് ഒഴിവാകാൻ ശ്രമിക്കുക. അതായത് ഒഴിവാകാൻ പലർക്കും ബുദ്ധിമുട്ട് വരുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ഏറ്റവും എളുപ്പമുള്ള മാർഗം ഒന്നെങ്കിൽ അയ്യോ എനിക്ക് ഈ സമയത്ത് ഒരാളെ ഫോൺ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പറയണം ഇന്ന സ്ഥലത്ത് എനിക്ക് പോകണമെന്ന് അർജൻറ്റായിട്ടൊരു പോകാനുള്ളതായിരുന്നു, ഞാൻ മറന്നു പോയിരിക്കുമായിരുന്നു, കൊച്ചിൻ്റെ സ്കൂളിൽ പോകേണ്ടതെന്നൊക്കെ നേരത്തെ അങ്ങ് ബോധിപ്പിച്ചേക്കണം. അതല്ലെങ്കിൽ പിന്നെ എളുപ്പമുള്ള മാർഗ്ഗമാണ് ബാത്റൂമിൽ ഞാനിന്ന് ബാത്റൂമിൽ പോട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒഴിവായി പൊക്കോളുക. പിന്നെ നമ്മുടെ വഴിക്ക് വെക്കുക. അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരുള്ളവരാണെങ്കിൽ കൊച്ചു കരയുക എന്ന് പറഞ്ഞ് പോകാം. അല്ലെങ്കിൽ വേറെ വല്ലയിടത്തും അടുത്തുള്ളവരൊക്കെ വന്നിരിക്കണമെങ്കിൽ നമുക്ക് പറയാം, പാലടപ്പത്ത് വെച്ചിട്ടുണ്ട്, മറന്നുപോയി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ചോറടപ്പത്ത് വെച്ചിട്ടുണ്ട്, അരി അടപ്പത്തിട്ടിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ അവരിൽ നിന്ന് അകന്നു പോകണം. അല്ലാണ്ട് അവിടെ നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇത് പറയുകയും അവർ നമുക്കിട്ട് താങ്ങ് തരാനിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം ഇങ്ങനെയുള്ള അവസരത്തിൽ നിന്ന് നമ്മൾ നൈസായിട്ട് ഒഴിവായി പൊക്കോണം. ഇത് കേട്ടോണ്ടിരിക്കരുത്. ഇത് നമ്മളിലേക്ക് നെഗറ്റീവ് മാത്രമേ കൊണ്ടെത്തിക്കുകയുള്ളൂ. അതെന്നുവെച്ചാൽ നമ്മൾ പിന്നെ വിഷമിക്കും അവർ പറയുന്ന കാര്യങ്ങളോർത്ത്. എന്തിനാവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇതെല്ലാവർക്കും തന്നെ പറ്റുന്ന കുഴപ്പങ്ങളാണ്. ഇത് നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മാത്രം മതി, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പിന്നെയുള്ളത്, ഇവർ എന്തെങ്കിലും പറയുമ്പോൾ നെഗറ്റീവാണല്ലോ മിക്കവാറും പറയുള്ളൂ. ഇങ്ങനെ ഇവർക്കൊരു ഗ്യാങ് ഉണ്ടായിരിക്കും നെഗറ്റീവ് പറയണവരെ. നമ്മളെ ഒറ്റപ്പെടുത്താൻ രീതിയിൽ ഇവർ, അതായത് കുടുംബക്കാരാണെങ്കിൽ തന്നെ അവരൊരു സെറ്റായിരിക്കും. അവർക്കൊരു 5-6 പേരെങ്കിലും കാണും ആ ഗ്രൂപ്പിൽ.
നമ്മൾ ഒറ്റപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടെന്നുള്ള ചിന്തയോട് കൂടി മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാവുള്ളൂ. അപ്പം അതിനകത്ത് പെടാണ്ടിരിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ വായിൽ നിന്നും ആവശ്യമില്ലാത്ത സംസാരങ്ങൾ അളന്ന് തൂക്കി മാത്രം സംസാരിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മളെക്കുറിച്ചുള്ള സർവ്വ ഡീറ്റെയിൽസ്, നമ്മുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളോ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ, നമ്മുടെ ഭർത്താവിൻ്റെ, നമ്മുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അങ്ങ് ഇട്ടുകൊടുത്തിട്ട് ഇങ്ങോട്ട് മേടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കരുത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യും. അപ്പം നമ്മൾ ആ ഒരു സംസാരം നമ്മൾ ഒഴിവാക്കുക. അപ്പം അവരൊരു ഗ്യാങ്ങാണ്, അവരെല്ലാം കൂടെ ഒറ്റ കൈയാണ്, നമ്മൾ ഒറ്റയുള്ളൂ. ഈ കട്ടുറൂമിനിടയ്ക്ക് ഞാഞ്ഞൂല് വിട്ടുപോലെ ആകാണ്ട് ഇരിക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഇവരുടെ കൂടെ പോകേണ്ട ഒരു അവസരം വന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമാവധി മൗനം പാലിക്കാൻ, ചിരിച്ച് കാണിക്കുക. ചിരി ഏറ്റവും നല്ലൊരു മരുന്നാണ്. ചിരിച്ച് കാണിച്ച് ഓക്കെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇവർ പറയണതിന് മറുപടി പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ പെട്ടുപോകും. പിന്നെ എപ്പോഴും നമ്മൾ ഇവരെക്കുറിച്ച് ഓർത്തിരിക്കാൻ നമ്മൾ എഴുതി വെച്ചേക്കുക. നമ്മളോട് ഇന്ന രീതിയിൽ അവർ പെരുമാറും, നമുക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ടായെന്ന് വെച്ചാൽ അത് എഴുതി വെക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു കടലാസ് എടുത്തിട്ട് ഇവരെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഏത് രീതിയിലാണ് നമ്മളെ വേദനിപ്പിച്ചതെന്ന്. പക്ഷേ അതൊരു കുഴപ്പം പറ്റുന്ന എപ്പോഴും ഓർക്കാൻ ഇടവരുത്തും. പക്ഷെ ഓർക്കുന്നത് നല്ലതല്ലേ, നമുക്കൊന്ന് സൂക്ഷിക്കാൻ നല്ലതല്ലേ. ചിലപ്പോൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കും, അത് പിന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കൂലേ എന്ന് വിചാരിക്കും. പക്ഷേ ഓർത്തിരിക്കുമ്പോൾ നമ്മൾ പിന്നെ ഇവരുടെ അടുത്ത് പോയി ഇങ്ങനെ പെട്ടുപോകാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും, ഇല്ലേ? അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. അതേപോലെ പിന്നെ നമ്മൾ ഇവർക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടാക്കാനും നാണമില്ലാത്ത കൂട്ടരായിരിക്കും. അവർക്ക് നാണം എന്ന് പറഞ്ഞാൽ അവർ തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് വേണേലും പറയുകയും ചെയ്യാം, പ്രവർത്തിക്കുകയും ചെയ്യാം. അവരിങ്ങനെയുള്ള മനുഷ്യരാണെന്ന് നമ്മൾ അറിഞ്ഞാൽ പോലും മറ്റുള്ളവർ നമ്മൾ ഇഷ്ടം പോലെ കാണാം. അങ്ങനെയുള്ളവർ ഭയങ്കരമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് നടക്കണവരെ കാണാം. അവരൊരു ഗ്രൂപ്പാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമുക്ക് അവരെ നന്നാക്കാൻ സാധിക്കില്ല, നമുക്ക് നമ്മളെ നന്നാക്കാനേ സാധിക്കുള്ളൂ, ഇല്ലേ? അപ്പം നമ്മളെന്താ ചെയ്യണേ? അങ്ങനെയുള്ളവരുടെ അടുത്ത് സൂക്ഷിച്ചും കണ്ടും മാത്രം ഇടപെടാൻ ശ്രമിക്കുക. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഓരോ കുടുംബത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്തു കൂട്ടാൻ. ആ കാര്യങ്ങൾ ചെയ്യാനാണ്ട് ഇവരുടെ ഈ ഇങ്ങനെയുള്ള കഥകൾ കേട്ടിട്ട് നമുക്ക് എന്ത് കിട്ടാനാണ് നമ്മൾ ചിന്തിക്കുക. അധികവും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ പോകാതെ പരമാവധി നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങുക. അതേപോലെ നമ്മൾ ഇവരോട് പറയുക. ഒത്തിരി പേരുണ്ട് കേട്ടോ, ഇങ്ങനെ ഫോൺ വിളിച്ച ഒരു ഗ്രൂപ്പായിരിക്കും അവർ. വാട്സപ്പിൽ കൂടെയൊക്കെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ ഇവരുണ്ടായിരിക്കും. അതിനകത്ത് അധികം ചർച്ച ചെയ്യുന്നത് എന്നാണെന്നറിയോ? നമ്മളെക്കുറിച്ചൊക്കെ ആയിരിക്കും. ചിലപ്പോൾ നമ്മുടെ അടുത്ത് വന്നിരുന്നിച്ച് അവരെന്നെ കാണിക്കും, അവരെക്കുറിച്ചും പറയും. എൻ്റെ കൂട്ടുകാരി ഇങ്ങനെയായിരുന്നു കേട്ടോ, അവരിങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറയും. ഈ പറയണ തന്നെ പറയും, എൻ്റെ അനിയത്തി എങ്ങനെയായിരുന്നു കേട്ടോ, അല്ല എൻ്റെ ചേച്ചി ഇങ്ങനെയാണ്, എൻ്റെ നാത്തൂൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തും ചെന്ന് പറയുകയും ചെയ്യും. അപ്പം നമ്മളെപ്പോഴും ഓർക്കുക, നമ്മുടെ കുറ്റങ്ങൾ അവിടെയും കൊടുക്കും, അവരുടെ കുറ്റങ്ങൾ നമ്മുടെ അടുത്തും വന്ന് പറയണ്ട. അപ്പം പരമാവധി ചെവി കൊടുക്കാതിരിക്കുക. നമ്മൾ ചില സമയം ബദിരനും മൂകനും ആയിരിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോകളിലും. അതുപോലെ തന്നെ നമ്മൾ പല സമയത്തും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. കാരണം ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടാകുന്നത് ഈ ടെൻഷൻ കയറ്റിയിട്ടാണ്. അപ്പം ആവശ്യമില്ലാത്തതിന് പോകാതിരിക്കുക. ഇതൊത്തിരി കുടുംബത്തിൽ സംഭവിക്കുന്നതാണ് കേട്ടോ. കാരണം ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളൊക്കെ ഒത്തിരി പെൺകുട്ടികളും ആൺകുട്ടികളും അനുഭവിക്കുന്നുണ്ട്. അപ്പം അവർക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പരമാവധി നമ്മൾ കൂളായിട്ട് നമ്മുടെ കാര്യം നോക്കി പോവുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെന്ത് പറഞ്ഞാലും അതിനെല്ലാം മറുപടി കൊടുക്കണമെന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല, ഇല്ലേ? ചിലരുടെ വിചാരമുണ്ട്, രണ്ട് പറഞ്ഞിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എന്തിനാ അത്? അവർക്കുള്ള വിവരക്കേടും കൊണ്ടാണ് അവർ പറയണതെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അവർ വിവരക്കേടും കൊണ്ട് ഓരോന്ന് പറയണേ, അതിനെല്ലാം നമ്മൾ മറുപടി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതം മുഴുവൻ നമ്മൾ മറുപടി കൊടുത്തുകൊണ്ടിരിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അപ്പം അവരെന്ത് പറഞ്ഞു എന്ന് ഓർത്തുകൊണ്ട് അതിന് മറുപടി കൊടുക്കാൻ പോകണ്ട. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ സമയത്ത് രണ്ട് മുറ്റത്ത് പുല്ലെങ്കിലും പറിച്ചിട്ടുണ്ടെങ്കിൽ ആ പുല്ലെങ്കിലും തീരും മുറ്റത്ത്, ഇല്ലേ? അല്ലാണ്ട് ഇവരെല്ലാം നന്നാക്കിയിട്ടേ നമ്മൾ നന്നാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. നമ്മളാദ്യം നന്നാകുക. അപ്പം ഇങ്ങനെയുള്ളവരെ കേൾക്കാൻ പോകാണ്ടിരിക്കുക. അത് എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ മൗനം വിദ്വാനുഭൂഷണം എന്നും പറഞ്ഞ് ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഈ 2 ദിവസം കഴിയുമ്പം ഇവരെ ചിരിച്ചു കാണിച്ചു എന്നും പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് കയറി പോവുക, അവരെ ചിരിച്ചു കാണിച്ചുകൊണ്ട് അപ്പുറം പോവുകയോ ചെയ്യാണ്ടിരിക്കുക. കാരണം ആ ചിരിയുടെ പിന്നിലുമുണ്ട് ഒരു ചതി എന്ന് വിശ്വസിക്കുക. ഒത്തിരി പേർക്ക് അങ്ങനെ പറ്റുന്നതാണ്. അപ്പം
പിന്നെ വേറൊരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. നമ്മളിപ്പോൾ പിന്നിൽ നിന്ന് കുത്തിയവർ മുമ്പിൽ വന്ന് ചിരിച്ചു കാണിക്കുക. അതുപോലെ തന്നെ ഈ കൂട്ടർ കാണിക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും വിഷമങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ ഓടി വരും. ആ സമയത്ത് നമുക്ക് എന്ത് പ്രസ്ഥാനമാണെങ്കിലും ഓടി വരും. അപ്പം നമ്മൾ വിചാരിക്കണത് എന്നാണെന്നറിയോ, എന്നാലും അവരെ നമ്മുടെ ഈ സാമ്പത്തികവാദത്തെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ദുഃഖം ഉണ്ടായപ്പോൾ അവരായിരുന്നല്ലോ ഓടി വന്ന വ്യക്തികൾ എന്ന് വിചാരിക്കും. ആ സമയത്ത് നമ്മുടെ വീട്ടിലൊരു സന്തോഷമോ എന്തെങ്കിലും നമ്മുടെ വീട്ടിലെന്തെങ്കിലും ആഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ഇവരെ കാണുകയില്ല. കാരണം അപ്പോൾ ഇവർ പറയേ, ഓ എവിടുന്നോ പൈസ ഉണ്ടാക്കി എന്തൊക്കെയോ കാണിച്ച് എന്തൊക്കെയോ ഉണ്ടാക്കുന്നു, അതിപ്പോൾ എന്നാ കാണാൻ പോകാനാ എന്നിങ്ങനെ ചോദിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ തകർച്ച കാണാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നത്. അത് വിചാരിക്കണം. നമുക്ക് പലർക്കും പറ്റുന്ന കുഴപ്പം എന്നാണെന്നറിയാവോ, ഇവർ ഓടി വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ നമ്മളോട് ഭയങ്കര സ്നേഹമുള്ളതാ, നമ്മുടെ കഷ്ടകാലത്തും അവരായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ ഇല്ലായ്കയിലും വല്ലായ്കയിലും ഒക്കെ നമ്മുടെ കൂടെയുള്ളവനാണ് നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ എന്ന്. പക്ഷേ നമ്മുടെ തകർച്ച കാണാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. ഒത്തിരി പേരുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു തന്നത്. കാരണം നമ്മൾ തകർന്നു പോകുമ്പം നമ്മളെ കാണാൻ വേണ്ടി വരും. നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പം നമ്മുടെ അടുത്തേക്ക് കയറുകയില്ല. നമ്മൾ നല്ലതായിട്ടിരുന്ന് നോക്കി നമ്മുടെ അടുത്തേക്ക് വരികയില്ല. നമ്മൾ അന്വേഷിക്കുക, ഓ അത് കാണാനുള്ള മനസ്സവർക്ക്, അവരുടെ ഹൃദയഭേദകമായൊരു സംഭവമാണ് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ അടുത്തേക്ക് കയറി വരികയില്ല. അപ്പം ഇങ്ങനെയുള്ളവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.